കെട്ടിട നികുതികൾ, നികുതി ബാധ്യതയിലുള്ള ഇളവുകൾ, മുതിർന്ന പൗരന്മാർക്കുള്ള നികുതി ഇളവുകൾ. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ടാക്സ് ടോക്കിലൂടെ. നികുതി വിദഗ്ധൻ ജോസഫ് വർഗീസ് നികുതികളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി എത്തുന്നു. വാടക വരുമാനം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇത് സംബന്ധിച്ച ഒരു ചോദ്യമാണ് ശ്രീ മാത്യു എബ്രഹാം എടവനക്കാട് നിന്ന് അയച്ചിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന് പ്രതിവർഷം 6,40,000 രൂപ വാടക കിട്ടുന്ന 14 കടമുറികളുണ്ട്. ഈ കടമുറികൾ പണി കഴിപ്പിക്കുന്നതിനായെടുത്ത ബാങ്ക് ലോണിൻ്റെ പലിശ 40,000 രൂപയോളം വരും. പഞ്ചായത്ത് നികുതി 38,700 രൂപയും വരുന്നുണ്ട്. എൻ്റെ 2012-13 സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായ നികുതി കണക്കാക്കി തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് 64 വയസ്സുണ്ട്, അതായത് സീനിയർ സിറ്റിസൺ ആണ് എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഈ ആദായ നികുതി കണക്കാക്കുന്നത്, ഇൻകം റെൻറ്റിൽ നിന്നുള്ള ആദായ നികുതി കണക്കാക്കുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന വരുമാന ഗണത്തിൽപ്പെടുത്തിയാണ്. അങ്ങനെ ആദായ നികുതി കണക്കാക്കുമ്പോൾ മൊത്തം വാടക വരുമാനമായ 6,40,000 രൂപയിൽ നിന്നും ആദ്യമായിട്ട് കുറവ് ചെയ്യാവുന്നത് പഞ്ചായത്ത് നികുതിയായ 38,000 രൂപയാണ്. അത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 6,01,300 രൂപയാണ്. അതിൻ്റെ 30% റിപ്പയേഴ്സിന്, അറ്റകുറ്റപ്പണികൾക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭ്യമാണ്. അതായത് 6,01,300 രൂപയുടെ 30%. അത് 1,80,390 രൂപ നമുക്ക് കിഴിവായി അവകാശപ്പെടാം. കൂടാതെ ബാങ്ക് ലോണിൻ്റെ പലിശയും പൂർണ്ണമായിട്ടും നമുക്ക് കുറവ് ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം കുറച്ച് ബാക്കി നികുതി വിധേയ വരുമാനം 3,80,910 രൂപ വരും. താങ്കൾ ഒരു മുതിർന്ന പൗരനായതിനാൽ താങ്കൾക്കുള്ള അടിസ്ഥാന ഒഴിവ് 2,50,000 രൂപയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നികുതി കണക്കാക്കേണ്ട തുക 1,30,910 രൂപയാണ്. അതിന് 10% നിരക്കിൽ 13,091 രൂപ ഇൻകം ടാക്സായും 3% വിദ്യാഭ്യാസ സെസ്, അത് 393 രൂപ വരും. അതും കൂടെ ചേർത്ത് ആകെ അടക്കേണ്ടത് 13,484 പക്ഷേ ഇത് കൂടാതെ അഡ്വാൻസ് ടാക്സ്, മുൻകൂർ നികുതി അടക്കാത്തതിന് വകുപ്പ് 234B, 234C എന്നിവ പ്രകാരം പലിശ ബാധ്യതയും വരും. ഇവിടെ എനിക്ക് ഒരു പ്രത്യേക കാര്യം പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ അറ്റകുറ്റപ്പണിക്കായി നൽകപ്പെടുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷനാണ്. ആക്ച്വൽ എക്സ്പെൻഡിച്ചറുമായിട്ട് ഇതിന് ബന്ധമില്ല. അതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 60,000 രൂപയെ ശരിക്കും അറ്റകുറ്റപ്പണികൾക്കായിട്ട് ചിലവായിട്ടുള്ളൂ എങ്കിലും താങ്കൾക്ക് തീർച്ചയായിട്ടും 1,80,390 രൂപ തന്നെ കുറവ് ചെയ്യാവുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കാണ്. അതേസമയം 2,50,000 രൂപ ചിലവായി എങ്കിലും ഈ 30% മാത്രമേ ലഭിക്കുള്ളൂ. അവിടെ ഈ 1,80,390 രൂപ തന്നെയാണ് കിഴിവായി ലഭ്യമാകുക. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ശ്രീമതി അന്നമ്മ തോമസ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. അവരുടെ ഭർത്താവിന് ഹൃദ്രോഗം മൂലം വളരെയധികം വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വളരെയധികം പണച്ചെലവുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആദായത്തിൽ നികുതിയിൽ നിന്നും ആശ്വാസം ലഭിക്കാനുള്ള വഴിയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വകുപ്പ് 80DD എന്നൊരു വകുപ്പുണ്ട്. അതിൽ ആ 80DDBയിൽ വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങൾക്ക് മാത്രമാണ് കിഴിവ് ലഭിക്കുക. ചിലവായ തുകയാണ്, അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 70,000 രൂപ ലഭ്യമാണ്. പക്ഷേ ഈ കേസിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ള ലിസ്റ്റ് ചെയ്യപ്പെട്ട രോഗങ്ങളിൽ വരാവുന്നത് ഈ പാർക്കിൻസൺസ് ഡിസീസ്, ഡിംനീഷ്യ, പിന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള
ഗുരുതരമായ രോഗങ്ങൾ, എയ്ഡ്സ്, ഇങ്ങനെയുള്ള കുറേ രോഗങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താങ്കളുടെ ഈ ഹൃദ്രോഗം അതിൽ പെടാതെ പോയി എന്നുള്ളത് കൊണ്ട് ഹൃദ്രോഗത്തിന് പ്രത്യേകമായിട്ട് ആദായ നികുതി നിയമപ്രകാരം യാതൊരു കിഴിവിനും അർഹതയില്ല. നികുതി സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം taxtalk@asianetnews.in.